കൊട്ടിയൂർ ഉത്സവത്തിനായി ഒരുങ്ങിയിരിക്കുന്നു. എങ്ങും മനുഷ്യർ വന്നു ചേർന്നിരിക്കുന്നു. വഴികളിലൊക്കെ ഓടപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കടകളാണ്. അതിനും ഒരു ചരിത്രമുണ്ട്. ഏതായാലും കൊട്ടിയൂരിൻ്റെ പുണ്യഭൂമിയിലേക്ക് കാനന സ്പർശം നൽകുന്ന വഴികളിലൂടെ ഞാൻ നടന്നു നീങ്ങി. ദക്ഷിണകാശി എന്ന പേരിൽ അതിപ്രശസ്തമാണല്ലോ സത്യത്തിൽ കൊട്ടിയൂർ. കൊട്ടിയൂരിലെ വൈശാഖോത്സവ സമയത്ത് അത് വിളിച്ചോതുന്ന തരത്തിൽ അത്രമാത്രമുള്ള ജനത്തിരക്കും നമുക്കിവിടെ കാണാവുന്നതാണ്. ഏതാണ്ട് 30 ലക്ഷം പേർ ഉത്സവ കാലയളവിൽ ഇവിടെ സന്ദർശിക്കും എന്നാണ് കണക്ക്. ആരംഭത്തിൽ പ്രധാന ചടങ്ങായ മുതിരേരി വാൾ എഴുന്നള്ളത്ത് നടന്ന് അക്കരെ കൊട്ടിയൂരെത്തി ചോതി വിളക്ക് തെളിഞ്ഞാൽ കൊട്ടിയൂരിൽ ഔദ്യോഗികമായി ഉത്സവം തുടങ്ങി എന്നാണ് കണക്ക്. കൊട്ടിയൂർ ക്ഷേത്രത്തിന് സ്വാഭാവികമായും ഒരു ചരിത്രവും ഉണ്ടാവുമല്ലോ. അത് കുറിച്യരുമായി ബന്ധപ്പെട്ടതാണ്. പണ്ട് കാലത്ത് ബാവലിപ്പുഴയുടെ അപ്പുറത്ത് അങ്ങ് വയനാടൻ കാടുകളിൽ ജീവിച്ചിരുന്ന കുറിച്യ വിഭാഗം സ്വാഭാവികമായും ജീവിതത്തിൻ്റെ പ്രധാന മാർഗമായിട്ടുള്ള നായാട്ടിനായി ഇറങ്ങുമല്ലോ. അപ്രകാരം ഒരു ദിവസം ഈ വനമേഖലയിൽ നായാടുന്ന സമയത്ത് അമ്പ് മൂർച്ച കൂട്ടുന്നതിനായി ഒരു പാറക്കല്ല് കണക്കെയുള്ള ഇടത്തുരക്കുകയും എന്നാൽ അപ്രതീക്ഷിതമായി അവിടെ നിന്നും ചോര കണക്കെയുള്ള ഒരു ദ്രവ്യം പുറത്തേക്ക് വരുന്നതും ആ മനുഷ്യർ ശ്രദ്ധിക്കുകയുണ്ടായി. അതുകണ്ട് ഭയന്ന ഈ ജനത പുഴ കടന്ന് ഇപ്പുറത്ത് വന്ന് പടിഞ്ഞേറ്റ് ഇല്ലത്ത് ചെന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കുകയും ചെയ്തു. അതിനപ്പുറം പരിശോധനകളൊക്കെ നടത്തപ്പെടുകയും പ്രശ്നമൊക്കെ വച്ചതിനപ്പുറം അവിടെ ഒരു ദേവസ്ഥാനമാണെന്നും കണ്ടെത്തി. അതിനോടൊപ്പം തന്നെ ത്രിമൂർത്തികളും 33 ദേവഗണങ്ങളും ഒന്നിച്ചുകൂടിയ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് ഇത് എന്നുകൂടി പറയുകയും അങ്ങനെ അത് കൊട്ടിയൂർ ക്ഷേത്രമായി ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറുകയുമുണ്ടായി എന്നതാണ് പൊതുവിൽ പറയുന്ന ചരിത്രം. അതിന് പ്രകാരം കൊട്ടിയൂരിൻ്റെ ചരിത്രം പുരാണങ്ങളോളം പഴക്കത്തിലേക്കും എത്തുകയാണ്. ആ ഒരു കഥ ഇപ്രകാരമാണ്. തൻ്റെ സമ്മതമില്ലാതെ പരമശിവനെ വിവാഹം ചെയ്ത പുത്രിയായ സതിയെയും ശിവനെയും അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പിതാവായ ദക്ഷൻ ഒരു യാഗം നടത്തുകയുണ്ടായത്രേ. ആ യാഗഭൂമിയാണ് കൊടുങ്കാടായിരുന്ന കൊട്ടിയൂർ മേഖല എന്നത്. യാഗഭൂമിയൊക്കെ ഒരുങ്ങി ശിവനെയും സതിയെയും ഒഴികെ 14 ലോകത്തെ എല്ലാവരെയും ദക്ഷൻ യാഗത്തിനായി ക്ഷണിക്കുകയുമുണ്ടായി. എന്നാൽ പിതാവിനോടുള്ള സ്നേഹം മൂലം സതിയും യാഗത്തിനായി പോവാനൊരുങ്ങി. പോയാൽ അപമാനിക്കപ്പെടുമെന്നും തൻ്റെ വാക്ക് ധിക്കരിച്ചു പോയി അപമാനിക്കപ്പെട്ട് തിരിച്ചു വന്നാൽ കൈലാസത്തിൽ പ്രവേശിക്കരുതെന്നും ശിവനും സതിയോട് പറഞ്ഞു വച്ചു. എങ്കിലും തൻ്റെ തീരുമാനത്തിൽ ഉറച്ച് അച്ഛൻ്റെ യാഗവേദിയായ കൊട്ടിയൂരിൻ്റെ മണ്ണിലേക്ക് സതീദേവി പുറപ്പെടുകയുണ്ടായത്രേ. യാഗസ്ഥലത്തെത്തിയെങ്കിലും ദക്ഷൻ ഉൾപ്പെടെ ആരും തന്നെ സതീദേവിയെ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല അപമാനിക്കുകയും ചെയ്തു. യാഗത്തിൽ ഹവിർഭാഗം തൻ്റെ ഭർത്താവായ പരമേശ്വരന് വെക്കാത്തത് സതീദേവി ചോദ്യം ചെയ്യുകയുണ്ടായി. എന്നാൽ ഈ ഒരു സന്ദർഭത്തെയും ദക്ഷൻ പരിഹസിച്ചു. പരിഹാസം സാക്ഷാൽ പരമശിവനെതിരെയും നീണ്ടു. ഇതൊക്കെ കേട്ട സതീദേവി അപമാനഭാരത്തിൽ ആ യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കുകയുണ്ടായത്രേ. ഇതറിഞ്ഞ ശിവൻ കോപിഷ്ഠനായി. കോപത്തിൻ്റെ ആധിക്യത്തിൽ ശിവൻ തൻ്റെ ജട പറിച്ച് നിലത്തടിച്ചത്രേ. അങ്ങനെ പരമശിവന്റെ ജടയിൽ നിന്നും ഉഗ്രരൂപിയായ വീരഭദ്രൻ ജനിക്കുകയുണ്ടായി. യാഗശാലയിൽ എത്തിച്ചേരുന്ന വീരഭദ്രൻ ഏവരെയും ആക്രമിച്ചു. വീരഭദ്രൻ ദക്ഷൻ്റെ തലയറുക്കുകയും ചെയ്തു. യാഗശാലയിൽ എങ്ങും അക്രമം സൃഷ്ടിക്കുകയും യാഗശാല തന്നെ തകർക്കുകയും തീ കൊടുക്കുകയും ഒക്കെ ഉണ്ടായി. യാഗത്തിൻ്റെ കർമ്മിയായിരുന്ന ഭൃഗുമുനിയുടെ താടി പറിച്ചെടുത്ത് എറിയുകയുണ്ടായത്രേ. ഈ എറിഞ്ഞതിൻ്റെ ഓർമ്മയ്ക്കായാണ് കൊട്ടിയൂരിലെ ഏറ്റവും പ്രശസ്തമായ ഓടപ്പൂവ് നൽകുന്നത് എന്നാണ് വിശ്വാസം. ഓരോ വീടുകളിലും വാഹനങ്ങളിലുമൊക്കെ ഓടപ്പൂവ് കെട്ടിത്തൂക്കുന്നതിലൂടെ ഐശ്വര്യവും സമൃദ്ധിയും വന്നു ചേരുന്നു എന്നുകൂടി വിശ്വസിക്കപ്പെടുന്നു. മഹാശിവൻ താണ്ഡവമാടിയ സമയത്ത് ദക്ഷൻ്റെ തല ചിതറിത്തെറിക്കുകയുണ്ടായത്രേ. മഹാശിവന്റെ കോപം സർവചരാചരങ്ങളുടെയും നാശത്തിന് കാരണമാകുമെന്ന് മനസ്സിലാക്കിയ മഹാവിഷ്ണുവും ബ്രഹ്മാവും മറ്റ് ദേവഗണങ്ങളുമൊക്കെ കൈലാസത്തിലെത്തി ശിവനെ ശാന്തനാക്കുകയും ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷനെ പുനർജീവിപ്പിക്കാൻ അഭ്യർത്ഥിക്കുകയുമൊക്കെ ഉണ്ടായി. ഒടുവിൽ അഭ്യർത്ഥന ശിവൻ അംഗീകരിക്കുകയും ചെയ്തു. അതിലൂടെ ബ്രഹ്മാവ് ദക്ഷനെ പുനർജീവിപ്പിച്ചത്രേ. തല ചിന്നിച്ചിതറിയതുകൊണ്ട് ആടിൻ്റെ തലയാണ് ചേർത്ത് വെച്ചത് എന്നൊക്കെ പറയുന്നു. പിന്നീട് യാഗം തുടങ്ങിയ ഭൂമിയിൽ ശിവലിംഗം സ്വയംഭൂവായി ഉയർന്നു വരികയും യാഗം പൂർത്തിയാക്കുകയുമൊക്കെ ചെയ്തു. ഭഗവാൻ സ്വയംഭൂവായി കുടികൊള്ളുന്ന സ്ഥലത്തിന് മണിത്തറ എന്നാണ് പേര്. സതീദേവി അപമാനഭാരത്താൽ യാഗാഗ്നിയിൽ ആത്മാഹുതി ചെയ്ത സ്ഥാനം അമ്മാറക്കൽ തറ എന്നും അറിയപ്പെടുന്നു. ഏതായാലും യാഗത്തിനൊക്കെ അപ്പുറം ആരോരുമില്ലാതെ ഈ പ്രദേശം കാലങ്ങളോളം വെറുതെ കിടന്നു. പിൽക്കാലത്ത് കുറിച്യരുടെ കണ്ടെത്തലും അതിനപ്പുറം ഇവിടെ ഈ കാണുന്ന രീതിയിൽ ക്ഷേത്രം ഉയർന്നു വരികയും ചെയ്തു എന്നതാണ് പൊതുവെയുള്ള ഐതിഹ്യം.
കൊട്ടിയൂരിൽ 2 ക്ഷേത്രങ്ങളാണുള്ളത്. ബാവലിപ്പുഴയുടെ തെക്ക് ഭാഗത്ത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും വടക്ക് ഭാഗത്ത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും. ഏറ്റവും പ്രസിദ്ധമായ, ഏറ്റവും അധികം ജനങ്ങളൊക്കെ എത്തുന്ന വൈശാഖോത്സവം നടക്കുന്നത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ്. അക്കരെ കൊട്ടിയൂരിൽ ഉത്സവം നടക്കുന്ന കാലയളവിൽ ഇക്കരെ ക്ഷേത്രത്തിൽ പൂജകളും മറ്റും ഉണ്ടാവാറില്ല. അക്കരെ കൊട്ടിയൂരാണ് മൂലക്ഷേത്രം. ഇവിടെ ജലാശയത്തിന് നടുവിൽ സ്വയംഭൂവായി മണിത്തറയിൽ മഹാദേവനും അമ്മാറക്കൽ തറയിൽ പാർവതീദേവിയും നിലകൊള്ളുന്നു. വൈശാഖോത്സവ സമയത്ത് മാത്രമേ ഇവിടെ പൂജയുള്ളൂ. അല്ലാത്ത സമയത്ത് അക്കരെ കൊട്ടിയൂരിലേക്ക് ആർക്കും പ്രവേശനവുമില്ല. പൊതുവെ നിത്യപൂജകൾ എന്നൊക്കെ വിളിക്കുന്നതിനുമപ്പുറം യാഗമെന്ന രീതിയിൽ വിളിക്കപ്പെടുന്നതാണ് ഇവിടുത്തെ ആചാരങ്ങളും കർമ്മങ്ങളും എന്നൊക്കെ പറയാം. പ്രധാനമായും 7 അംഗങ്ങളും 4 ഉപാംഗങ്ങളുമാണുള്ളത്. പ്രക്കൂഴം, നീരെഴുന്നള്ളത്ത്, ഇളനീരാട്ടം, കലംവരവ്, കലശാട്ടം എന്നിവയൊക്കെയാണ് അംഗങ്ങൾ. തിരുവോണം, രേവതി, അഷ്ടമി, രോഹിണി എന്നീ നാളുകളിൽ വിശേഷ പൂജകളോടുകൂടിയ ആരാധനകളും നടക്കുന്നു. വിശാഖം നാളിലെ ഭണ്ഡാരം എഴുന്നള്ളത്തിന് മുൻപും മകം നാൾ ഉച്ചശീവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശനവുമില്ല. ഏതായാലും കാടിന് നടുവിൽ നിലകൊള്ളുന്ന പ്രദക്ഷിണ വഴിയിൽ ജലം ഒഴുകിയിരിക്കണമെന്ന നിബന്ധനയുള്ള ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നവർക്ക് ഒരു പ്രത്യേക അനുഭൂതിയൊക്കെ സൃഷ്ടിക്കപ്പെടുമെന്ന് നിസ്സംശയം പറയാം. ഉത്സവകാലത്ത് കൊട്ടിയൂർ സന്ദർശിക്കുന്നത് പുണ്യമായി ഏവരും കരുതുന്നു. അതുപോലെ പ്രസാദമായൊക്കെ കൊണ്ടുപോകുന്ന ഓടപ്പൂവ് ഐശ്വര്യം പ്രദാനം ചെയ്യും എന്ന വിശ്വാസവും നിലനിൽക്കുന്നു. ഇനി ഈ ക്ഷേത്ര